നമ്മൾ ഈ പാലത്തോട് താമസമായിട്ട് 10-20 അല്ല 10-40 കൊല്ലത്തോളമായിക്കണം. ഇതുവരെ ഒരു പഞ്ചായത്തിൽ നമ്മളെ സ്ഥാനാർത്ഥിന് നീലമമുട്ടിയേജി മൂപ്പര് വരെ ഞാൻ ജയിച്ച റോഡ് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മളിതിലൊരു ആശുപത്രിക്കാണെങ്കിൽ ഇതിലെ ചാടി കടന്നു പോകണം. അങ്ങനെ ഇസ്മായിൽ മന്ദിൻ്റെ കേസാണ് ഞങ്ങൾക്ക് ഈ റോഡ് സൗകര്യം ഇവിടെ ആയി കിട്ടിയത്. അല്ലാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലേനെയാണ്. അപ്പോൾ മന്ദിൻ്റെ കേസാണ് ഞങ്ങൾക്ക് ഈ റോഡായി കിട്ടിയത്. ഞാനൊരു UDF പ്രവർത്തകനാണ്. പക്ഷേ ഇവിടെ ഇപ്പം നിലവിലുള്ള മെമ്പർ ചെയ്തു തന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. 20 കൊല്ലമായിട്ട് ഞാൻ ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്ന ആളാണ്. എൻ്റെ ഈ വീട് പണിക്കും പിന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് ഈ വീട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് തലക്ക് കടത്തിയിട്ട് വരെ ഈ വീട് പണി എടുത്തിട്ടുണ്ട്. ഇപ്പം 20 കൊല്ലമായിട്ട് ശരിക്കും അങ്ങക്ക് നടക്കാൻ പോലും വൈകില്ല. 20 കൊല്ലമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള മെമ്പർ വന്നോടുകൂടിയാണ് ഈ റോഡ് ഇവിടെ ഞങ്ങൾക്ക് സാധിച്ചത്. ഒരുപാട് കഷ്ടതകൾ ഇതിൻ്റെ ബാക്കിൽ, ഈ റോഡിൻ്റെ ബാക്കിൽ ഞങ്ങൾ അനുഭവിച്ചാണ്. സ്ഥലമെടുപ്പ് മുതൽ ഇതിൻ്റെ അവസാനം വരെ. ഞാനിവിടെ 8 കൊല്ലം, അതിന് മുന്നേ ഇവിടെ സ്ഥലം വാങ്ങി. അന്നൊന്നും വൈകില്ലേനു, വല്ലാത്ത സ്ഥലമാണ് വാങ്ങിയത്. 8 കൊല്ലമായിട്ട് ഇവിടെ താമസമുണ്ട്. എനിക്ക് വണ്ടിയുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോകല്. ഓട്ടോറിക്ഷ ഞാൻ അവിടെ 500 മീറ്റർ അപ്പുറത്ത് വെച്ച് അവിടെ നിന്ന് നടക്കലാണ്. പിന്നെ ഈ വീട്ടിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചാലും പുറത്ത് പോയി അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴൊക്കെ തലച്ചോട് വെച്ചിട്ടാണ്, ഈ 500 മീറ്റർ തലച്ചോട് വെച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചിന് ഈ വീട്ടിലേക്ക്. അതിൻ്റെ ശേഷം നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് നമ്മളെ ഇസ്മായിൽ മെമ്പർ ആയതിന് ശേഷമാണ് നമുക്ക് ഈ റോഡ് വന്നത്. റോഡ് വന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തുന്നതല്ല, നമ്മൾ പൈസ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഓരോ സംഗതി നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരാൾ വേണ്ടേ. അങ്ങനെ ഇസ്മായിൽ മുന്നിക്ക് നിന്നിട്ടാണ് ഈ റോഡ് നമുക്കിവിടെ ആയത്. 91 കാലഘട്ടത്തിൽ ഇവിടെ താമസമുണ്ട് ഈ വീട്ടിൽ. അന്ന് ഇവിടെ ഒന്നും വഴിയില്ല ആർക്കും. നമ്മൾ ആരാൻ്റെ പറമ്പിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. ഇപ്പോൾ പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ച്, അന്നിവിടെ പല പാർട്ടിക്കാരും വന്ന് ഈ കാലം അത്രയായിട്ടും മുസ്ലിം ലീഗാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ് ഇത്. ഇപ്പോൾ 2 പ്രാവശ്യം മാത്രമാണ് ഈ ഇസ്മായിലും അതിന് മുമ്പ് പിന്നെ ദമാമാജി ഇവിടെ ഈ വാർഡിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾ പലവട്ടം പല മെമ്പർമാരോടും കാര്യങ്ങൾ പറയും, ഞങ്ങൾക്ക് റോഡ് വേണം എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരും ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. റോട്ടുമ്പിൽ സ്കൂളിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇതിൽ ആരാൻ്റെ പറമ്പിൽ കൂടി നടന്നു വരുന്നത്. ഇപ്പം ഞങ്ങൾ 9ഓളം ആളുകൾ ഇവിടെ മൊത്തം സ്ഥലം വിട്ട് അതിനു വേണ്ട പരിശ്രമം നടത്തി ഞങ്ങളവിടെ മുന്നിൽ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് സ്ഥലം. പക്ഷെ അതിനൊക്കെ മുന്നിൽ നിന്നത് ഇപ്പോഴത്തെ ഈ മെമ്പർ ഇസ്മായിൽ മെമ്പറാണ്. ഇസ്മായിൽ അതിനുവേണ്ടി നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. പല ആളുകളടുത്തും പലവട്ടം പോയി അയാൾ സംസാരിച്ച് കിട്ടൂലെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ അയാൾ പലവട്ടമായിട്ട് സംസാരിച്ച് അയാൾ അത് സാധ്യമാക്കി തന്നിട്ടുണ്ട്. കുറച്ച് പൈസ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും അയാൾ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇപ്പോൾ ഈ റോഡ് ഇങ്ങോട്ട് എത്താൻ മെയിനായിട്ട് കാരണം പറയുകയാണെങ്കിൽ അയാൾ തന്നെയാണ്, അയാളെ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഈ റോഡ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഈ 5 വർഷ കാലാവധി തികയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു റോഡാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ എന്ത് ചെയ്ത് ഇന്നിട്ട് ഇങ്ങനെ 12 അടിയിലാണ് ഈ റോഡ് പോരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ജലഗണികൾ മതി